സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രൈമറി മാർക്കറ്റിൽ എന്തൊക്കെ റിസ്ക് ആണ് ഉള്ളത്, അത് എങ്ങനെയൊക്കെ നമുക്ക് ശരിയാക്കാം, എന്തൊക്കെ പ്രീ റിക്വസൈറ്റ്സ് നമുക്ക് എടുക്കാനൊക്കും പ്രൈമറി മാർക്കറ്റ് റിസ്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ന് നോക്കാം. അപ്പോൾ വാട്ട് ആർ പ്രൈമറി മാർക്കറ്റ് റിസ്ക്? അപ്പോൾ ആദ്യം നമുക്ക് പ്രൈമറി മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. Market risk or systematic risk is a risk of your stock losing value because economic events can affect the entire market. അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന റിസ്ക് ആണ്. നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങി അതിൽ ലോസ് വരുമ്പോൾ അതിൽ എൻറ്റയർ മാർക്കറ്റിൽ വരുന്ന ഒരു എഫക്റ്റ് കാരണമാണ് ആ ഒരു സ്റ്റോക്കിൽ നഷ്ടം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വരുന്ന റിസ്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനാണ് മാർക്കറ്റ് റിസ്ക് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. The events impact different stock to different extent. അപ്പോൾ പല തരത്തിൽ അത് ഇമ്പാക്ട് ചെയ്യാം. That is an increase in the interest rate make borrowing expensive for all companies. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ എല്ലാ കമ്പനീസിന്റെ ബോറോ എക്സ്പെൻസും കൂടും. ഇത് stalls growth projects because companies are not able to finance them. അപ്പൊ അങ്ങനെ പല കാരണങ്ങൾ കാണും. അപ്പൊ ചിലപ്പോൾ കമ്പനിക്ക് അതിന്റെ ലോൺസ് അടയ്ക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ അതിന്റെ ഡിമാൻഡ് ക്ലോസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ബാങ്ക്സ് ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഹിറ്റ് തരികയാണ് ലോൺസിന്റെ കേസിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിന്റെ കേസിൽ. ഇങ്ങനെ പലതരത്തിലുള്ള റിസ്ക് ഫേസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്കുകളിൽ റിസ്ക് വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അത് എങ്ങനെയൊക്കെ റിസ്ക് ആണ്, അതെങ്ങനെയാണ് പോയി നമുക്ക് നോക്കാം. വാട്ട് ആർ ദ റിസ്ക്? വേരിയസ് ടൈപ്പ് ഓഫ് റിസ്ക് ഓൺ ദ ബേസിസ് ഓഫ് കമ്പനിയിൽ വരുന്ന ഈ റിസ്ക് ഏതൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പൊ പ്രൈമറി മാർക്കറ്റിൽ വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൈമറി മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ ബി റിസ്കി ബിക്കോസ് കമ്പനീസ് ദാറ്റ് അണ്ടർഗോ an IPO are young and their businesses can be unpredictable. There are 4 attributes issuers ആണ് ഉള്ളത്. ലിമിറ്റഡ് ഇൻഫർമേഷൻ ആൻഡ് റെഗുലേറ്ററി ഓവർസൈറ്റ്, നോ ട്രേഡിംഗ് ഹിസ്റ്ററി, ഡിസ്റപ്റ്റീവ് ബിസിനസ് മോഡൽ, ലാക്ക് ഓഫ് ലാർജ് പ്രോജക്റ്റ് എക്സ്പീരിയൻസ്. ഒന്ന് വന്നിട്ട് അതിന്റെ ഇൻഫർമേഷൻ അറിയാതെ ഇരിക്കുക, അല്ലെങ്കിൽ നോ ട്രേഡിംഗ് ഹിസ്റ്ററി മനസ്സിലാക്കാതെ അതിൽ പോയി ട്രേഡ് ചെയ്യുക. അതുപോലെ ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് മോഡൽ, പിന്നെ ലാക്ക് ഓഫ് പ്രോജക്റ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും, ലാക്ക് ഓഫ് പ്രോജക്റ്റ് എക്സ്പീരിയൻസ്. ഇതൊക്കെയാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രൈമറി മാർക്കറ്റിൽ വരുന്ന റിസ്കുകൾ. പ്രൈമറി മാർക്കറ്റിന്റെ റിസ്ക് ആണ് ലിമിറ്റഡ് ഇൻഫർമേഷൻ ആൻഡ് റെഗുലേറ്ററി ഓവർസൈറ്റ്. അൺലിസ്റ്റഡ് കമ്പനീസ് ആർ സബ്ജക്റ്റഡ് ടു ലിമിറ്റഡ് റെഗുലേറ്ററി ഓവർസൈറ്റ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതുപോലെ അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിനാണ് കൂടുതൽ ഈ റിസ്ക് വരുന്നത്. പിന്നെ ഡിസ്റപ്റ്റീവ് ബിസിനസ് മോഡൽ തന്നെ കറക്റ്റ് ആയിരിക്കത്തില്ല. അതുപോലെ ട്രേഡിംഗ് ഹിസ്റ്ററി കറക്റ്റ് ആയിരിക്കില്ല, നോ ട്രേഡിംഗ് ഹിസ്റ്ററി. അതാണ്. അപ്പൊ ഇതെല്ലാമാണ് അതിന്റെ ഷെയർസിൽ വരുന്ന റിസ്ക് എന്ന് പറയുന്നത്. പിന്നെ പ്രോജക്റ്റ് എക്സ്പീരിയൻസ് കാണത്തില്ല. പിന്നെ അതൊക്കെയാണ്. അപ്പോൾ ലിമിറ്റഡ് ഇൻഫർമേഷൻ ആൻഡ് റെഗുലേറ്ററി ഓവർസൈറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, കമ്പനിയെ കുറിച്ചുള്ള ഓവർസൈറ്റ്, അതായത് എങ്ങനെ ഫ്യൂച്ചറിൽ എങ്ങനെ ഇരിക്കും അതിന്റെ കൂടുതലായിട്ട് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഈ IPOയിൽ പറയുന്ന പോലെ ഇവര് അണ്ടർഗോ ചെയ്ത് കാണത്തില്ല. അപ്പൊ അതൊരു റിസ്ക് ആണ്. പിന്നെ ട്രേഡിംഗ് ഹിസ്റ്ററി ഇല്ല. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഫുൾ ഓഫ് റിസ്ക് ആണ് ഉള്ളത്. അപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കി വേണം നമ്മൾ ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് അപ്പോൾ കമ്പനി പബ്ലിക് ആയിട്ട് പോകണമെങ്കിൽ ഒത്തിരി കണ്ടീഷൻസ് IPOയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാതെ വരിക. അപ്പോൾ അൺനോൺ ഫാക്ടേഴ്സ് ഒക്കെയാണ് ഈ റിസ്ക് വരുന്നത് പ്രൈമറി മാർക്കറ്റിൽ. അതുപോലെ ഡിസ്റപ്റ്റീവ് ബിസിനസ് മോഡൽ, ഇന്നോവേറ്റീവ് അല്ലാത്ത ബിസിനസ് മോഡൽ, ഷോർട്ട് സ്പാനുള്ള ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ ഇതൊക്കെയാണ് റിസ്കി ആയിട്ടുള്ള കാരണങ്ങൾ. പിന്നെ പ്രോജക്റ്റ് എക്സ്പീരിയൻസ് കാണത്തില്ല. അപ്പൊ അതിന്റെ ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, ബിഗ് പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്തുള്ള എക്സ്പീരിയൻസ് കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ എന്തെല്ലാം റിസ്ക് വരുമെന്നുള്ള ഒരു ഐഡിയ കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു ഡിമെറിറ്റ് ആണ്. പിന്നെ മാർക്കറ്റ് റിസ്ക് മെഷർമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇക്വിറ്റി അനാലിസിസിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് എത്ര റിട്ടേൺസ് വരണം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ റിട്ടേൺസ് വരണം. അപ്പൊ അതുകൊണ്ട് റിസ്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രൈമറി മാർക്കറ്റ് റിസ്കിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. അതായത് എന്താണ് പ്രൈമറി മാർക്കറ്റ് റിസ്കുകൾ,
എന്തെല്ലാം റിസ്കുകൾ വരാം, അതെങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ കണ്ടത്. ഇതൊരു ബേസിക് വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോയുടെ താഴെ ഞാനൊരു ലിങ്ക് ഇടുന്നതായിരിക്കും. അത് ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ആണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതി ഓൺലൈനായിട്ട് 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ്സ് NSE ആൻഡ് NCX. അതുപോലെ നിങ്ങൾക്ക് റോബോട്ടിക് ട്രേഡിങ്ങിനെ കുറിച്ച് അറിയണമെങ്കിലും താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി, അതിൽ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ ഡെയിലി ഇൻട്രാഡേ റെക്കമെൻഡേഷൻ കോൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.